ആനകൾ മനുഷ്യരെ പോലെ കാട്ടിൽ സാമൂഹിക ജീവിതം നയിക്കുന്ന ഒരു ജീവിയാണെന്ന് പഠനങ്ങൾ പറയുന്നു. അതായത് മനുഷ്യരെ പോലെ തന്നെയാണ് ആനകൾ സാമൂഹിക ജീവിതത്തിൽ. ഭയം, സാമൂഹിക സുരക്ഷിതത്വം, അധികാരഘടന തുടങ്ങിയ സാമൂഹിക പ്രതിഭാസങ്ങളെല്ലാം ഇരു കൂട്ടർക്കും ഏതാണ്ട് ജീവിതത്തിൽ ഒരുപോലെയാണ്. സാമൂഹിക ഘടനയിൽ ഭയം അധികാരത്തിൻ്റെ പ്രിയപ്പെട്ട ആയുധങ്ങളിലൊന്നാണല്ലോ. ആനയുടെ കാലിൽ ചാരിവെച്ച തോട്ടി പോലെ അധികാരം അതിന് തോന്നുന്നിടത്തെല്ലാം തോട്ടി ചാരിവെക്കുന്നു. ആ അധികാരം മുറിച്ച ഭയന്ന് ആനകളും മനുഷ്യരും കാടും നാടും ഇളകിമറിക്കാൻ പോന്ന തൻ്റെ ചരിത്രം മറന്ന് തല താഴ്ത്തി അധികാരമുള്ളവർക്ക് വിധേയനായി നിൽക്കുന്നു. എന്നാൽ ഓർമ്മയിൽ കാടുള്ള മൃഗത്തെ എങ്ങനെ തളക്കാനാകും? അസാധ്യമാണ്. പറഞ്ഞു വന്നത് അയ്യപ്പനും കോശിയും എന്ന സിനിമ അടിമുടി ഇത്തരത്തിലൊരു മനുഷ്യാന കഥയാണ് എന്ന് പറയാനാണ്. കാട്ടാനകളെ അടുത്തറിയുന്നവർക്ക് മാത്രം അറിയാവുന്ന ഒരിനം ആനയാണ് മോഴ ആനകൾ. കൊമ്പുകളില്ലാത്ത, പ്രത്യക്ഷത്തിൽ പിടിയാനകൾ എന്ന് തോന്നിപ്പിക്കുന്ന ആണാനകളാണ് മോഴ. പ്രത്യുൽപാദനത്തിലും പ്രതിയോഗിയുമായുള്ള പോരാട്ട വീര്യത്തിലുമൊക്കെ പലപ്പോഴും മോഴ കൊമ്പന്മാരെ കടത്തിവിട്ടു. തലയെടുപ്പും ആണത്ത വീര്യവും അവകാശപ്പെടാനില്ലെങ്കിലും ഇടഞ്ഞ കൊമ്പനേക്കാൾ അപകടകാരിയാണ് ഇടഞ്ഞ മോഴ. മനുഷ്യരിലും ഇത്തരം മോഴ പ്രകൃതം ഉള്ളവരുണ്ടാകണം. അത്തരത്തിൽ ഇടഞ്ഞ ഒരു മോഴ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന സിനിമയാണ് അയ്യപ്പനും കോശിയും. സിനിമയുടെ തുടക്കം മുതൽ അദൃശ്യനായ ഒരാന നമ്മെ പിന്തുടരുന്നുണ്ട്. ആദ്യ ഷോട്ടുകളിൽ തന്നെ ആന ഇറങ്ങുന്ന വഴിയാണ് എന്ന അപായ സൂചന സിനിമ നമുക്ക് തരുന്നുണ്ട്. ആ സൂചനയെ നിസാരമാക്കി കോശിയോടൊപ്പം നമ്മളും ചുരം കയറുന്നു. പാതിരാത്രിയിൽ അട്ടപ്പാടിയിലെ വനമേഖലയിലൂടെ ആനത്താരി വഴിയുള്ള യാത്രയിൽ പാതിമയക്കത്തിൽ കോശി അയാളുടെ ഡ്രൈവറോട് പറയുന്നുണ്ട്, ആനയെ കണ്ടാൽ നിർത്തിക്കോ, ഞാൻ ഓടിക്കാമെന്ന്. ആനയോ എന്ന് ഡ്രൈവർ തിരിച്ചു ചോദിക്കുമ്പോൾ അല്ലടോ വണ്ടി എന്ന് ചെറിയൊരു പേടിയോടെ കോശി പറയുന്നുണ്ട്. ആ സമയം മുതൽ ആന എന്ന പ്രതീകം പ്രവർത്തിച്ചു തുടങ്ങുന്നു. ആർക്കാണ് കാട്ടാനയെ പേടി? കാടിനല്ല, മറിച്ച് നാടിനാണ്. കാടിന് അവൻ പാവം വെറുമൊരു ആനയാണ്. ബിജുമോനൻ്റെ കഥാപാത്രമായ അയ്യപ്പൻ നായരുടെ ഇൻട്രോ സീനിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ആനയുടെ ചിഹ്നം വിളി കേൾക്കുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ള പോലീസുകാരൻ പേടിക്കണ്ട, അത് മോഴയാ എന്ന് പറയുമ്പോൾ ക്യാമറ അയ്യപ്പൻ നായരുടെ മുഖത്താണ്. മോഴ ജന്മന അപകടകാരിയായ ആനയല്ല, അവനെ അപകടകാരിയാക്കുന്നതാണ്. അവന് കൊമ്പൻ്റെ ആണത്ത പ്രഹസനങ്ങളില്ല, കാടുകുലിക്കുള്ള വരവില്ല, പിടിയുടെ ബഹുമാനമോ പരിഗണനയോ ഇല്ല. ഈ മോഴയാനയുടെ പ്രതീകമാണ് അയ്യപ്പൻ നായർ. എന്നാൽ പൃഥ്വിരാജിൻ്റെ കോശി എന്ന കഥാപാത്രം നേരെ തിരിച്ചാണ്. ആണത്ത പ്രഹസനങ്ങളുടെ കൊമ്പനാണ് കോശി. പക്ഷേ ഇടഞ്ഞ കൊമ്പനേക്കാൾ അപകടകാരിയാണ് ഇടഞ്ഞ മോഴ. അപ്പനെ പേടിച്ച് വളർന്നു വന്ന പ്രീ ഡിഗ്രി തോറ്റ കോശി എന്ന കൊമ്പന് കൈമുതലായുള്ളത് പണവും അധികാര ബന്ധങ്ങളും അതിൽ അഭിരമിക്കുന്ന അയാളുടെ ജീവിതവും മാത്രമാണ്. പട്ടാളക്കാരനായിരുന്നു എന്ന ചരിത്രം പോലും കോട്ടയായി കിട്ടുന്ന കുപ്പിയിലല്ലാതെ അയാളിൽ തെല്ലും അവശേഷിക്കുന്നില്ല. പൊള്ളയായ കോശി എന്ന കൊമ്പൻ്റെ ആണത്ത അഹങ്കാരം അയ്യപ്പൻ എന്ന മോഴയാനയുടെ പോലീസ് ജോലി ഇല്ലാതാക്കുമ്പോഴാണ് കോശി തിരിച്ചറിയുന്നത് അയ്യപ്പൻ എന്ന മോഴയെ തളച്ച തോട്ടിയായിരുന്നു അയാളുടെ പോലീസ് കുപ്പായമെന്ന്. ജോലി നഷ്ടപ്പെട്ട ദിവസം വന്യമായ ശാന്തതയോടെ ഒരാനയെപ്പോലെ പതിയെ നടന്നുവന്ന് കുട്ടമണി എന്ന നാട്ടിലെ ശത്രുവിനോട് അയ്യപ്പൻ ചോദിക്കുന്നുണ്ട്, യൂണിഫോമിൽ നിന്നിറങ്ങിയാൽ എനിക്ക് തരാൻ നീ പഴുപ്പിക്കുന്ന കുല എവിടെയെന്ന്. അതിൻ്റെ മറുപടി ആലോചിക്കും മുമ്പ് അയ്യപ്പൻ എന്ന മതയാന അയാളെ കാലിൽ ചുരുട്ടി നിലത്തടിക്കുന്നു. എന്നിട്ടും അരിശം തീരാതെ തൻ്റെ ഇരുമ്പ് തുമ്പിക്കൈ കൊണ്ട് അഥവാ JCB കൊണ്ട് കുട്ടമണിയുടെ അനധികൃത കെട്ടിടം ഇടിച്ചു തകർത്ത് അയാളെ വാരിയെടുത്ത് കൊക്കയിലെറിയാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് കോശി അയ്യപ്പനെയും അയാളുടെ മതപ്പാടിനെയും അടുത്തു നിന്നും അറിയുന്നത്. ചോരയിൽ ഊറിക്കിടക്കുന്ന ഭയം കലങ്ങിമറിഞ്ഞ് കോശിയുടെ ഉടൽ മുഴുവൻ പടരുമ്പോൾ CI സതീശൻ കോശിയോട് അയ്യപ്പൻ്റെ കഥ പറയുന്നു. മുണ്ടൂർ പൂരത്തിന് 21 പാണ്ടികളെ നെഞ്ചു ഞെരിച്ചു കൊന്ന അയ്യപ്പൻ കുമ്മാട്ടിയെക്കുറിച്ച്, മുണ്ടൂർ മാടനെക്കുറിച്ച്. കാടിറങ്ങിയെത്തുന്ന മോഴയാനയും മനുഷ്യരെ കൊല്ലുന്നത് ഇങ്ങനെയാണ്. തുമ്പിക്കൈ കൊണ്ട് വരിഞ്ഞ് ശ്വാസം മുട്ടിച്ച് വാരിയലുടച്ചാണ് മോഴയാനയും കൊലവിളി നടത്തുക. മുത്തങ്ങ, ഗൂഡല്ലൂർ, ബന്ദിപ്പൂർ വനമേഖലകളിൽ നാടുവിറപ്പിച്ചിരുന്ന കുപ്രസിദ്ധനായ മുതുമലമൂർത്തി എന്നൊരു മോഴയുണ്ടായിരുന്നു. മുതുമലമൂർത്തി 20ഓളം പേരെ കൊന്നു എന്നാണ് വാർത്തകൾ. മരിച്ചവരെല്ലാം വാരിയലുടഞ്ഞായിരുന്നു അന്ത്യശ്വാസം വലിച്ചത്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട അയ്യപ്പൻ നായർ എന്ന മോഴയുടെ പ്രതികാരകാലത്തെ കഥയാണ് ഈ സിനിമ. കൂട്ടത്തെ നയിക്കുന്ന കണ്ണമ്മ എന്ന പിടിയാനയുടെ കഥ, കൂട്ടം വളർത്തുന്ന അവരുടെ കുഞ്ഞാനയുടെ കഥ. ഒരിക്കൽ കൂടി അയ്യപ്പനും കോശിയും എന്ന സിനിമ കാണുക.